ലത്തീൻ കത്തോലിക്ക സമൂഹത്തിന്റെ രാഷ്ട്രീയ സമീപനം പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചതായി KRLCC പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. തീരദേശ ജനതയോട് സംസ്ഥാന സർക്കാർ നീതി കാണിക്കാതിരിക്കുകയും മത്സ്യത്തൊഴിലാളികളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അവഗണിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സമീപനം പുനഃപരിശോധിക്കാൻ 40ാം ജനറൽ അസംബ്ലി സമ്മേളനം തീരുമാനിച്ചതെന്നും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വ്യക്തമാക്കി. വിഴിഞ്ഞം സമരത്തിന്റെ ഒത്തുതീർപ്പ് നീതിപൂർവമല്ലെന്ന് വ്യക്തമാക്കിയ KRLCC 40ാം ജനറൽ അസംബ്ലി സമ്മേളനം ലത്തീൻ കത്തോലിക്ക സമൂഹത്തിന്റെ രാഷ്ട്രീയ സമീപനം പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലത്തീൻ സമുദായം അടുത്ത കാലങ്ങളിലായി അഭിമുഖീകരിച്ച രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത സമ്മേളനം സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിർവഹണ ചുമതലകളിലും ലത്തീൻ സമുദായം അർഹമായ വിധത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്നും വിലയിരുത്തി. അതുകൊണ്ട് തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തി ഉചിതമായ തീരുമാനം യഥാസമയം കൈക്കൊള്ളുമെന്ന് KRLCC പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വ്യക്തമാക്കി. വിഴിഞ്ഞം മത്സ്യത്തൊഴിലാളി സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ സർക്കാരിന്റെ സമീപനവും നിലപാടുകളും നീതിപൂർവമല്ലെന്ന് ജനറൽ കൗൺസിൽ വിലയിരുത്തി. വിദഗ്ധ സമിതി പഠനം സത്യസന്ധമായും സമയബന്ധിതമായും പൂർത്തിയാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കൂടാതെ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ് എന്നിവരുടെ പേരിൽ നീതീകരിക്കാനാവാത്ത വിധം നിരവധി കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ മെത്രാൻമാരുടെയും വൈദികരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പേരിൽ ചുമത്തിയിട്ടുള്ള എല്ലാ കേസുകളും അടിയന്തരമായി പിൻവലിക്കണമെന്നും ജനറൽ കൗൺസിൽ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം സമരത്തിന് പുറമെയുള്ള വിഷയങ്ങളും സമ്മേളനം ചർച്ചയ്ക്കെടുത്തു. മുന്നാക്ക വിഭാഗങ്ങൾക്ക് കേരളത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള 10% അധിക സംവരണ വിഹിതം ശാസ്ത്രീയ പഠനം നടത്തി യുക്തിസഹമായി പുനർനിശ്ചയിക്കുക, ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുക, ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരെ ഉണ്ടായിരുന്ന വ്യാജാരോപണങ്ങൾ സംശയരഹിതമായി തെളിഞ്ഞ സാഹചര്യത്തിൽ ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരെയുള്ള കുറ്റപത്രം പിൻവലിച്ച് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ആദിവാസി മേഖലയിലെ ക്രൈസ്തവരുടെ ജീവനും സ്വത്തിനും വിശ്വാസത്തിനും സംരക്ഷണം നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. എല്ലാ പ്രശ്നങ്ങളിലും ഒരുമിച്ച് നിന്ന് നേരിടണമെന്ന് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ആവശ്യപ്പെട്ടു. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ കടലോര മേഖലകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരു കൂട്ടരുടെ ആവശ്യമാണെന്ന് കരുതി നമ്മൾ മാറ്റി നിർത്തുകയല്ല. എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഐക്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, കൂട്ടായ്മയോടുകൂടി, ഒരുമയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നിവർത്തിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ജനങ്ങളെ സഹായിക്കുന്ന, ജനങ്ങളെ വളർത്തുന്ന, ജനങ്ങളെ നയിക്കുന്ന നിലപാടുകളായിരിക്കും ഉണ്ടായിരിക്കേണ്ടതെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. ബഫർ സോണിലെ ജനവാസ മേഖലയെ സംബന്ധിച്ച് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ആശ്വാസകരമാണെങ്കിലും അവ നടപ്പാക്കുന്നതിൽ പ്രായോഗികമായ തടസ്സങ്ങൾ ഉയർന്നുവരികയാണെന്നും ജനങ്ങളുടെ ആശങ്കകളും പരാതികളും പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും KRLCC ആവശ്യപ്പെട്ടു. ബഫർ സോൺ വളരെ രമ്യമായിട്ട് തീർത്ത് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർക്കണമെന്നാണ് നമ്മളുടെ ആവശ്യം. ഇതിനുവേണ്ടി ഗവൺമെൻറ്റിനെ, അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിനെ കാണുവാനും മറ്റുമായിട്ട് ഞാനും കൂടി നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബഫർ സോൺ എന്ന വിഷയം ശരിക്കും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ധാരാളം കുടുംബങ്ങൾ കുടിയിറക്കപ്പെടും, അനാഥരാകുമെന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് മനുഷ്യരാണ് ഏറ്റവും പ്രധാനം എന്നുള്ള കാര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ വനമേഖലയ്ക്കുള്ളിൽ തന്നെ ബഫർ സോൺ ക്രമീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ശരിക്കും ഈ വനമേഖലയ്ക്ക് പുറത്തായിട്ട് 1 കിലോമീറ്റർ ബഫർ സോൺ വേണമെന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളായിരിക്കും ഭവനങ്ങൾ നഷ്ടപ്പെടുക, അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുക, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത്, ഗവൺമെൻറ്റിനോട് പറയുന്നത്, ഇതിൽ അനുകൂലമായ നടപടി സ്വീകരിക്കണം. മാത്രമല്ല, പക്ഷേ സുപ്രീം കോർട്ട് വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് അവരുടെ വാക്കുകളിലൂടെ 2 ദിവസങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസം നൽകുന്നുണ്ട്. കോട്ടയം വിമലഗിരി പാസസ് സെന്ററിൽ വെച്ച് നടന്ന KRLCC 40ാം ജനറൽ അസംബ്ലി സമ്മേളനം ഞായറാഴ്ചയാണ് സമാപിച്ചത്. അസംബ്ലിയിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച യുവജന നയരേഖയും സാമൂഹിക രാഷ്ട്രീയ പ്രമേയവും സമ്മേളനം അംഗീകരിച്ചു.
KRLCC പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേതിച്ചേരിൽ, ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, ജോസഫ് ജൂഡ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് KRLCC അവാർഡുകൾ സമ്മേളനത്തിൽ സമ്മാനിച്ചു. ഷെക്കിന ന്യൂസ്, കോട്ടയം.